Dear friends, welcome to Electron College. നമ്മുടെ ബൈനറി കോഡ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. So the next code is gray code. Gray code, which is also called reflective code. So now, your example. Now this is a 3-bit. This is a 3-bit gray code. ഈ കാണിച്ചിരിക്കുന്നത് ഒരു 3-bit ഗ്രേ കോഡാണ്. അപ്പോൾ ഇത് നോൺ വെയ്റ്റഡ് കോഡാണ്. അതായത് ഒരു പൊസിഷനും ഫിക്സഡ് വെയ്റ്റ് നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ 3 പൊസിഷൻസും ശ്രദ്ധിച്ചാൽ അറിയാം. പൊസിഷൻ 0, പൊസിഷൻ 1, പൊസിഷൻ 2 ഫിക്സഡ് വെയ്റ്റ്സ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇൻ ഗ്രേ കോഡ്. പിന്നെ സൈക്ലിക് കോഡാണ്. സൈക്ലിക് കോഡ് എന്ന് പറയുമ്പോൾ 2 സക്സസീവ് വാല്യൂസ് ഡിഫർ ഇൻ ഓൺലി 1 ബിറ്റ്. ഇപ്പോൾ ഗ്രേ കോഡിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തന്നെ അതാണ്. 2 സക്സസീവ് വാല്യൂസ് ദ ഡിഫർ ഇൻ ഓൺലി 1 ബിറ്റ്. ഇപ്പോൾ ഈ 2 സക്സസീവ് വാല്യൂസ് നോക്കുക, 0 0 0 0 0 1. സോ ദ ഡിഫർ ഓൺലി ഇൻ 1 ബിറ്റ്. ഒരു ബിറ്റിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. 0 0 0 0 ഈ ഒരു ബിറ്റ് മാത്രമേ ഡിഫർ ആവുന്നുള്ളൂ. അപ്പോൾ അത് ഏത് സക്സസീവ് ബിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു ബിറ്റ് മാത്രമേ ഡിഫർ ആവുന്നുള്ളൂ. ഇവിടെ നോക്കുക 1 1 0 0. അപ്പോൾ 0 1 ഈ 2 ബിറ്റ്സ് മാത്രമേ ഡിഫർ ആവുന്നുള്ളൂ. അത് ഏത് സക്സസീവ് ബിറ്റ്സ് തമ്മിലായാലും. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ബിറ്റ് മാത്രമേ ഡിഫർ ആവുന്നുള്ളൂ. പിന്നെ റിഫ്ലക്റ്റീവ് കോഡ്സ്. ഇപ്പോൾ റിഫ്ലക്റ്റീവ് കോഡ്സ് എന്ന് പറയുമ്പോൾ ഗ്രേ കോഡ്സിൻ്റെ 1/2 മറ്റേ ഹാഫിൻ്റെ മിറർ ഇമേജ് ആണ്. അപ്പോൾ ഈ ശ്രദ്ധിക്കുക, ഈ ഹാഫ് എന്താണ്? 1 0 1 0 1 1 1 1 0 1 0 1 0 0 0 0. n number of least significant bits of gray code. That will be the mirror image of another half. ഇപ്പോൾ ഇത് 3 ബിറ്റ് ഗ്രേ കോഡാണ്. അപ്പോൾ 3 ബിറ്റ്സും മിറർ ഹാഫ് എന്നല്ല. ഇവിടെ n = 2 ആണ്. ഇൻ ദിസ് കേസ് n = 2 ആണ്. അപ്പോൾ ഈ 2 ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് കേട്ടോ, ഈ 2 ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ അപ്പർ ഹാഫിൻ്റെ 2 ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് എന്ന് പറയുന്നത് ലോവർ ഹാഫിൻ്റെ 2 ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സിൻ്റെ മിറർ ഇമേജസ് ആണ്. അപ്പോൾ എ കോഡ് ഈസ് റിഫ്ലക്റ്റീവ് വെൻ n least significant bits for code words 2n through 2n plus 1 minus 1 are the mirror images of those for 0 through 2n minus 1. അതായത് ഇപ്പോൾ this is 0. അപ്പോൾ ഇതെന്താണ്? 2n minus 1. 2n minus 1 എന്ന് പറയുമ്പോൾ n 2 ആണല്ലോ. സോ 2 4 4 minus 1 3. സോ 0 through 3, the code words of 0 through 3 are the mirror images of the code words 2n through 2n plus 1. So 2n 2 is 4 through 2 plus 2n plus 1 minus 1. That is 2 plus 1, 3 8 minus 1 7. അപ്പോൾ the code words of 0 to 3 and 4 to 7 when n equal to 2. 2 എന്ന് പറയുമ്പോൾ ഈ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 2 ബിറ്റ്സ് ദേ ആർ ദ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഗ്രേ കോഡ്സിനെ റിഫ്ലക്റ്റീവ് കോഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഡിഫറെൻറ്റ് ബിറ്റ്സ് ഗ്രേ കോഡ് റിപ്രസെൻറ്റേഷനാണ്. സോ ഗ്രേ കോഡ്, ദിസ് ഈസ് 1 ബിറ്റ് ഗ്രേ കോഡ് 0 1. 2 ബിറ്റ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ 4 കോമ്പിനേഷൻസ് ഉണ്ടാവും. 0 0 0 1 1 1 1 0. അപ്പോൾ ഇവിടെ എത്ര ഓൾ ദീസ് ടൈപ്സ്, എല്ലാ ടൈപ്സിലും നമ്മുടെ പഴയ പ്രോപ്പർട്ടീസ് എല്ലാം അപ്ലിക്കബിൾ ആണ്. ഒന്ന് സൈക്ലിക് ആണ്, അതായത് സക്സസീവ് ബിറ്റ്സ് ഡിഫർ ബൈ ഓൺലി 1 ബിറ്റ്. ഈ 2 സക്സസീവ് ബിറ്റ്സ് നോക്കിക്കേ, ദ ഡിഫർ ഓൺലി ബൈ 1 ബിറ്റ്. ഇപ്പോൾ ഇതും ചെക്ക് ചെയ്യുകയാണെങ്കിൽ ദ ഡിഫർ ഓൺലി ബൈ 1 ബിറ്റ്. അതുപോലെ തന്നെയാണ് റിഫ്ലക്റ്റീവും ആണ്. ഇപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 1 ആണ്. അതായത് 1 ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് വിൽ ബി ദ മിറർ ഇമേജ് ഓഫ് ദ നെക്സ്റ്റ് ഹാഫ്. ഇപ്പോൾ ഇവിടെ 1 1 0 0. അപ്പോൾ മിറർ ഇമേജ് ആണ്. Similarly 3 bit. ഇത് 3 bit ഗ്രേ കോഡ് റിപ്രസെൻറ്റേഷൻ. Now this is 4 bit ഗ്രേ കോഡ് റിപ്രസെൻറ്റേഷൻ. 4 bit ആകുമ്പോൾ ഇറ്റ് ഈസ് 2 you can have 16 റിപ്രസെൻറ്റേഷൻസ്. അതായത് 0 to 15. 4 ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഈ 16 റിപ്രസെൻറ്റേഷൻസ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ ആൻഡ് കറസ്പോണ്ടിങ് ബൈനറി വാല്യൂസ് കൂടെ ഇവിടെ റിപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. സക്സസീവ് ബിറ്റ്സ്
differs only by 1 bit, and this code is also reflective. അതായത് least significance of least significant bit. n least significant bits of one half will be the mirror image of the next half. Now binary to gray conversion. So ഈ ഗ്രേ കോഡ്സ് നമ്മൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ ബൈനറി കോഡിൽ നിന്നും ഗ്രേ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ്. ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്സ് ഇതാണ്. ഇപ്പോൾ നമ്മുടെ x1, x2, x3, x4. സോ ഇത് ബൈനറി കോഡ് ആണെങ്കിൽ ദിസ് ഈസ് ബൈനറി കോഡ്. അപ്പോൾ ഇതിൻ്റെ ഗ്രേ കോഡാണ് നമുക്ക് വേണ്ടത്, ബൈനറി ടു ഗ്രേ. അപ്പോൾ എം എസ് ബി ഓഫ് ബൈനറി ഈക്വൽ ടു എം എസ് ബി ഓഫ് ഗ്രേ കോഡ്. ഇതാണല്ലോ എം എസ് ബി. ദിസ് ഈസ് എം എസ് ബി ആൻഡ് ദിസ് ഈസ് എൽ എസ് ബി. അപ്പോൾ എം എസ് ബി ഓഫ് ബൈനറി റിമൈൻസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ എം എസ് ബി ഓഫ് ഗ്രേ കോഡ്. അപ്പോൾ എം എസ് ബി എന്താണോ അത് തന്നെ ഇവിടെയും എം എസ് ബി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ആഡ് ദ എം എസ് ബി ഓഫ് ബൈനറി ടു ദ നെക്സ്റ്റ് ബിറ്റ് ഇൻ ദ ബൈനറി. അപ്പോൾ എം എസ് ബിയുടെ ബൈനറിയുടെ എം എസ് ബി അതിൻ്റെ നെക്സ്റ്റ് ബിറ്റുമായിട്ട് ആഡ് ചെയ്യുക, ബൈനറിയുടെ തന്നെ നെക്സ്റ്റ് ബിറ്റുമായിട്ട് ആഡ് ചെയ്യുക. ആഡോ എക്സോർ ഓപ്പറേഷനോ ചെയ്യാം. അപ്പോൾ x1 പ്ലസ് x2 അല്ലെങ്കിൽ x1 XOR x2, എം എസ് ബിയും അതിൻ്റെ നെക്സ്റ്റ് ബിറ്റും. സോ ദാറ്റ് സം വിൽ ഗീവ് യു ദ നെക്സ്റ്റ് ബിറ്റ് ഓഫ് ഗ്രേ. ഈ രണ്ട് ബിറ്റ്സും ആഡ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്ന സം. ക്യാരി ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം. ടേക്ക് ദ സം ആൻഡ് ഇഗ്നോർ ദി ക്യാരി. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇനി ബൈനറി കോഡിൻ്റെ ഈ സെക്കൻഡ് ബിറ്റും തേർഡ് ബിറ്റും തമ്മിൽ ആഡ് ചെയ്യുക, ആ സം എടുക്കുക. ദാറ്റ് സം വിൽ ബി ദ നെക്സ്റ്റ് ബിറ്റ് ഓഫ് ഗ്രേ കോഡ്. അവിടെയും ക്യാരി ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് ബൈനറി 1001 ടു ദ ഗ്രേ കോഡ്. അപ്പോൾ 1001 ഇതിനെ ഗ്രേ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുക. സോ 1001. സോ ദിസ് ഈസ് ഇൻ ബൈനറി. ഇതിനെ ഗ്രേ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണല്ലോ എം എസ് ബി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എം എസ് ബി ഓഫ് ബൈനറി വിൽ ബി സെയിം ആസ് ദ എം എസ് ബി ഓഫ് ഗ്രേ കോഡ്. അപ്പോൾ ഗ്രേ കോഡിനും ആ സെയിം ഡിജിറ്റ് തന്നെ എം എസ് ബി ആയിട്ട് യൂസ് ചെയ്യാം. ഇനി എം എസ് ബിയും ദ നെക്സ്റ്റ് കറസ്പോണ്ടിങ് ബിറ്റ്, നെക്സ്റ്റ് സക്സസീവ് ബിറ്റ് അത് തമ്മിൽ ആഡ് ചെയ്യുക. സോ 1 + 0 യു വിൽ ഗെറ്റ്, ഇത് രണ്ടും ആഡ് ചെയ്യുക. 1 + 0 യു വിൽ ഗെറ്റ് 1. ഇനി ഈ പർട്ടിക്കുലർ ബിറ്റും നെക്സ്റ്റ് ബിറ്റുമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 0 + 0 യു വിൽ ഗെറ്റ് 0. ഇനി ഈ ബിറ്റും നെക്സ്റ്റ് ബിറ്റുമായിട്ട് ആഡ് ചെയ്യുക. 0 + 1 1. സോ കഴിഞ്ഞു, നമ്മുടെ അഡിഷൻ കഴിഞ്ഞു. അപ്പോൾ ദിസ് വിൽ ബി ദ കറസ്പോണ്ടിങ് ഗ്രേ കോഡ്. 1001 ഈസ് കൺവേർട്ടഡ് ടു ദ ഗ്രേ കോഡ് 1101. സോ ബൈനറി ടു ഗ്രേ കൺവേർഷൻ വളരെ സിമ്പിളാണ്. നൗ ഗ്രേ ടു ബൈനറി കൺവേർഷൻ. അപ്പോൾ ഗ്രേ ടു ബൈനറി എന്ന് പറയുമ്പോൾ x1, x2, x3, x4. സോ ഈ ഗ്രേ കോഡിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെയും ഗ്രേയുടെ എം എസ് ബി, ദിസ് ഈസ് എം എസ് ബി. സോ ഗ്രേ കോഡിൻ്റെ എം എസ് ബി എന്താണോ അത് തന്നെ ആയിരിക്കും ബൈനറി കോഡിൻ്റെയും എം എസ് ബി. എം എസ് ബി ഓഫ് ഗ്രേ ഈക്വൽ ടു എം എസ് ബി ഓഫ് ബൈനറി കോഡ്. ദെൻ ആഡ് ദ എം എസ് ബി ഓഫ് ബൈനറി ടു ദ നെക്സ്റ്റ് ബിറ്റ് ഇൻ ഗ്രേ കോഡ്. ഇതാണല്ലോ ബൈനറി. സോ ആഡ് എം എസ് ബി ഓഫ് ബൈനറി വിത്ത് ദ നെക്സ്റ്റ് ബിറ്റ് ഇൻ ഗ്രേ കോഡ്. ഈ രണ്ട് ബിറ്റ്സും തമ്മിൽ ആഡ് ചെയ്യുക. ബൈനറിയുടെ എം എസ് ബി വിത്ത് ദ നെക്സ്റ്റ് ബിറ്റ് ഇൻ ഗ്രേ കോഡ്, ആൻഡ് ദാറ്റ് വിൽ ഗീവ് യു ദ നെക്സ്റ്റ് ബിറ്റ് ഓഫ് ബൈനറി. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ സം ബൈനറിയുടെ സെക്കൻഡ് ബിറ്റ് ഇത് ഗ്രേ കോഡിൻ്റെ നെക്സ്റ്റ് ബിറ്റുമായിട്ട് ആഡ് ചെയ്യുക, ആൻഡ് ദാറ്റ് വിൽ ഗീവ് യു ദ നെക്സ്റ്റ് ബിറ്റ് ഓഫ് ഗ്രേ കോഡ്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എപ്പോഴും സം എടുക്കുക, യു ക്യാൻ ഇഗ്നോർ ദ ക്യാരി. എക്സാമ്പിൾ നോക്കാം. ഗ്രേ ടു ബൈനറി കൺവേർഷൻ. കൺവേർട്ട് ഗ്രേ 1101 ടു ബൈനറി കോഡ്. സോ 1101 1101. ഈ ഗ്രേ ഹാസ് ടു ബി കൺവേർട്ടഡ് ടു ബൈനറി. ദിസ് ഈസ് എം എസ് ബി. സോ എം എസ് ബി ഓഫ് ഗ്രേ കോഡ് വിൽ ബി ദ സെയിം ആസ് ദ എം എസ് ബി ഓഫ് ബൈനറി. ഇനി ചെയ്യേണ്ടത് എം എസ് ബി ആൻഡ് ബൈനറി. സോ ബൈനറിയുടെ എം എസ് ബി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. സോ ഈ എം എസ് ബി ഗ്രേ കോഡിൻ്റെ നെക്സ്റ്റ് ബിറ്റുമായിട്ട് ആഡ് ചെയ്യുക. ആഡ് ഓർ എക്സോർ ഓപ്പറേഷൻ വേണമെങ്കിൽ എക്സോർ ഓപ്പറേഷൻ ചെയ്യാം. ഇപ്പോൾ 1 + 1
സോ 1 + 1 ദാറ്റ് ഈസ് 0. ക്യാരി ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ബൈനറി കോഡിൻ്റെ സെക്കൻഡ് ബിറ്റ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നൗ ഇത് ഗ്രേ കോഡിൻ്റെ നെക്സ്റ്റ് ബിറ്റുമായിട്ട് അഡീഷൻ ഓർ എക്സോർ ഓപ്പറേഷൻ ചെയ്യുക. 0 + 0 യു വിൽ ഗെറ്റ് 0. നൗ ദിസ് ബിറ്റ് ഗ്രേ കോഡിൻ്റെ നെക്സ്റ്റ് ബിറ്റുമായിട്ട് അഡീഷൻ ഓർ എക്സോർ ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ 0 + 1 യു വിൽ ഗെറ്റ് 1. സോ ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് ബൈനറി കോഡ്. അപ്പോൾ 1101 ഗ്രേ കോഡ് ഈസ് കൺവേർട്ടഡ് ടു 1001 ബൈനറി കോഡ്. അതർ ബേസസ് ടു ഗ്രേ, അതായത് ഏത് ബേസിൽ നിന്നും നമുക്ക് ഗ്രേയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കൺവേർട്ട് ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഗിവൺ നമ്പറിനെ ഡെസിമൽ ആണെങ്കിലും ഹെക്സാ ഡെസിമൽ ഓർ ഓക്ടൽ ഏത് നമ്പർ ആണെങ്കിലും അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ആൻഡ് ദെൻ ഫ്രം ബൈനറി യു ക്യാൻ കൺവേർട്ട് ദാറ്റ് ടു ഗ്രേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺവേർട്ട് ദ ഫോളോയിങ് നമ്പർ ഇൻ ടു ഗ്രേ നമ്പർ 3A716. 3A716 എന്ന് പറയുമ്പോൾ ഇത് ഹെക്സാ ഡെസിമൽ നമ്പറാണ് അല്ലേ, ബേസ് 16 അല്ലേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഹെക്സാ ഡെസിമൽ നമ്പർ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ആൻഡ് ഫ്രം ബൈനറി ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഗ്രേ. അപ്പോൾ എങ്ങനെയാണ് ഹെക്സാ ഡെസിമൽ ടു ബൈനറി നമ്പർ കൺവേർഷൻ പ്രോസസ്സ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഹെക്സാ ഡെസിമൽ ടു ബൈനറി എന്ന് പറയുമ്പോൾ ഹെക്സാ ഡെസിമലിൻ്റെ ഓരോ ഡിജിറ്റും 4 ബിറ്റ് ബൈനറി ആയിട്ട് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ 3യുടെ റിപ്രസെൻറ്റേഷൻ 0011 അല്ലേ. എയുടെ റിപ്രസെൻറ്റേഷൻ എ എന്ന് പറയുമ്പോൾ ഡെസിമലിൽ 10 ആണ്. സോ റിപ്രസെൻറ്റേഷൻ 1010 ആൻഡ് 7ൻ്റെ റിപ്രസെൻറ്റേഷൻ 0111. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 111010 0111. സോ ദിസ് ഈസ് ദ ബൈനറി റിപ്രസെൻറ്റേഷൻ ഓഫ് 3A716 ഹെക്സാ ഡെസിമൽ നമ്പർ 3A7. സോ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇത് ഗ്രേ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഗ്രേ കോഡ് എങ്ങനെയാണ്? ദിസ് ഈസ് MSB. ഇത് ഗ്രേ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ MSB റിമൈൻസ് ദ സെയിം അല്ലേ, 1. ഇനി ഈ MSB നെക്സ്റ്റ് ബൈനറിയുടെ നെക്സ്റ്റ് ബിറ്റുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ 1 + 1 യു വിൽ ഗെറ്റ് 0. ക്യാരി ഇഗ്നോർ ചെയ്യുക. ഇനി ഈ ബിറ്റും തമ്മിൽ ആഡ് ചെയ്യുക. 1 + 1 അഗെയിൻ 0. ക്യാരി ഇഗ്നോർ ചെയ്യുക. 1 + 0 ചെയ്യുക. 1 + 0 ഈസ് 1. ദെൻ ഈ 0യും ഈ 1ഉം തമ്മിൽ ആഡ് ചെയ്യുക. 0 + 1 1. അഡീഷൻ ഓർ എക്സോർ ഓപ്പറേഷൻ ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് പ്രോസസ്സ് ഈ 1ഉം ഈ 0യും തമ്മിൽ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1. ഈ 0യും ഈ 0യും തമ്മിൽ ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് 0. ഈ 0യും 1ഉം തമ്മിൽ ആഡ് ചെയ്യുക. 1. ദെൻ 1 + 1 0. ക്യാരി ഔട്ട് ഇഗ്നോർ ചെയ്യുക. 1 + 1 അഗെയിൻ 0. ക്യാരി ഔട്ട് ഇഗ്നോർ ചെയ്യുക. ദിസ് ഈസ് ദ ബൈനറി റിപ്രസെൻറ്റേഷൻ. 100 ഗ്രേ റിപ്രസെൻറ്റേഷൻ 100111010. അപ്പോൾ ഹെക്സാ ഡെസിമൽ 3A7 ഗ്രേയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആദ്യം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അത് ഗ്രേയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതുപോലെ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. കൺവേർട്ട് ദ ഫോളോയിങ് ഇൻ ടു ഗ്രേ നമ്പർ, ഗ്രേ കോഡ് 533 ഓക്ടൽ അല്ലേ, ബേസ് 8 അല്ലേ. സോ ഇറ്റ് ഈസ് ഓക്ടൽ നമ്പർ. അപ്പോൾ ഇത് ആദ്യം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഓക്ടൽ നമ്പറിൻ്റെ ഓരോ ഡിജിറ്റും 3 ബിറ്റ് ബൈനറി ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. 5ൻ്റെ റിപ്രസെൻറ്റേഷൻ 101, 3യുടെ റിപ്രസെൻറ്റേഷൻ 011, വീണ്ടും 3യുടെ റിപ്രസെൻറ്റേഷൻ 011. സോ ദിസ് ഈസ് ബൈനറി. ദെൻ ഇതിനെ ഗ്രേ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദിസ് ഈസ് MSB. ഇത് ഗ്രേ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. നമുക്ക് വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഗ്രേ കോഡ്. ആൻഡ് സോ MSB റിമൈൻസ് ദ സെയിം. MSB റിമൈൻസ് ദ സെയിം. അപ്പോൾ ദെൻ നെക്സ്റ്റ് 2 ബിറ്റ്സും ആഡ് ചെയ്യുക. 1 + 0 1, 0 + 1 1, 1 + 0 അഗെയിൻ 1, 0 + 1 1, 1 + 1 അഗെയിൻ 1. 1 + 1 0, 1 + 1 0. ക്യാരി ഔട്ട് ഇഗ്നോർ ചെയ്യുക. ദെൻ 1 + 0 1, 0 + 1 1, ആൻഡ് അഗെയിൻ 1 + 1 0. ക്യാരി ഔട്ട് ഇഗ്നോർ ചെയ്യുക. സോ 1 1 1 1 1 0 1 1 0 ഈസ് ദ കറസ്പോണ്ടിങ് ഗ്രേ കോഡ് ഫോർ 533 ഓക്ടൽ. അപ്പോൾ ഏത് ബേസിൽ നിന്നും ഗ്രേയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇതാണ് പ്രോസസ്സ്. ആദ്യം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, ചെയ്തിട്ട് അത് ഗ്രേയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഡെസിമലാണ് 65210. ഇതും പ്രോസസ്സ് സെയിം തന്നെയാണ്. ഡെസിമൽ നമ്പർ ആദ്യം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, ആൻഡ് ഫ്രം ദ ബൈനറി അത് ഗ്രേയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ആൻഡ് ദെൻ ഗ്രേ ടു അതർ ബേസസ് കൺവേർട്ട്. ഇതും പ്രോസസ്സ് അത് തന്നെയാണ്. ഗ്രേയിൽ നിന്നും ഡെസിമലിലോട്ടോ ഹെക്സാ ഡെസിമലിലോട്ടോ ഓക്ടലിലോട്ടോ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്
ഗ്രേ കോഡ് ആദ്യം ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുക, ആൻഡ് ഫ്രം ബൈനറി യു ക്യാൻ കൺവേർട്ട് ദാറ്റ് ടു അതർ ബേസസ്. ആ പ്രോസസ്സ് ബൈനറി ടു അതർ ബേസസ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഗ്രേയിൽ നിന്നും ആദ്യം ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അതർ ബേസിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺവേർട്ട് ദ ഫോളോയിങ് ടു അതർ ബേസസ്. ഇപ്പോൾ 1 0 1 1 0 0 1 0. അപ്പോൾ ഇത് ഗ്രേ കോഡാണ്. 1 0 1 1 0 0 1 0. ദിസ് ഈസ് ഗ്രേ കോഡ്. അപ്പോൾ മറ്റുള്ള ബേസസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആദ്യം ബൈനറിലോട്ട് ചെയ്യുക. ദിസ് ഈസ് MSB. ഗ്രേ ടു ബൈനറി അറിയാമല്ലോ. MSB റിമൈൻസ് ദ സെയിം. എന്നിട്ട് ഈ രണ്ട് ബിറ്റ്സും തമ്മിൽ ബൈനറിയുടെ MSBയും ഗ്രേ കോഡിൻ്റെ നെക്സ്റ്റ് ബിറ്റും തമ്മിൽ അഡീഷൻ ഓർ എക്സോർ ഓപ്പറേഷൻ. അപ്പോൾ 1 + 0 1. നൗ ഈ രണ്ട് ബിറ്റ്സും തമ്മിൽ ആഡ് ചെയ്യുക. 1 + 1 0. ക്യാരി ഔട്ട് ഇഗ്നോർ ചെയ്യാം. 0 + 1 1. ദെൻ 1 + 0 1. 1 + 0 1. 1 + 1 0. ക്യാരി ഔട്ട് ഇഗ്നോർ ചെയ്യാം. 0 + 0 0. സോ യു ഗോട്ട് ബൈനറി. ഇനി നമുക്കിതിൻ്റെ ഹെക്സ് എടുക്കാം. ഇത് വേണമെങ്കിൽ ഈ ബൈനറിൽ നിന്നും ഹെക്സിലോട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓക്ടലിലോട്ടോ ഡെസിമലിലോട്ടോ കൺവേർട്ട് ചെയ്യാം. ഹെക്സിലോട്ട് കൺവേർഷൻ ആണെങ്കിൽ അറിയാമല്ലോ, പോയിന്റിൽ നിന്നും ടുവേർഡ്സ് ദ ലെഫ്റ്റ് 4 ബിറ്റ്സ് വീതം ഗ്രൂപ്പ് ചെയ്യുക. ബൈനറി ടു ഹെക്സ് നമ്മളിത് പല പ്രാവശ്യം ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ 1 1 0 0 എന്ന് പറയുമ്പോൾ 1 2 4 8 ഇറ്റ് ഈസ് 12. അപ്പോൾ 12 ഇതിൻ്റെ വാല്യൂ 12 ആണല്ലോ. 12 എന്ന് പറയുമ്പോൾ ഹെക്സിൽ ഇറ്റ് ഈസ് C ആണ്. ഇത് 1 1 0 1 ഈസ് ആക്ച്വലി D. സോ DC16 ഇൻ ഹെക്സ്. അപ്പോൾ വേണമെങ്കിൽ ഓക്ടലിലോട്ടോ അല്ലെങ്കിൽ ഡെസിമലിലോട്ടോ ഇതുപോലെ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഗ്രേ കോഡ് കൺവേർഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോഡാണ്. ആൻഡ് 2 സക്സസീവ് വാല്യൂസ് ഡിഫർ ഇൻ ഓൺലി 1 ബിറ്റ്. ദാറ്റ് ഇസ് എ മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ഗ്രേ കോഡ്. പിന്നെ നോൺ വെയ്റ്റഡ് ആണ്, സൈക്ലിക് ആണ്, ആൻഡ് റിഫ്ലക്റ്റീവ് ആണ്. അതായത് n ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് എന്ന് പറയുന്നത് അപ്പർ ഹാഫിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ലോവർ ഹാഫിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സുമായിട്ട് മിറർ ഇമേജ് ആണ്. ഇപ്പോൾ 3 ബിറ്റ് കോഡാണെങ്കിൽ സ്മോൾ n 3 ബിറ്റ് കോഡ് ക്യാപിറ്റൽ N = 3. 3 ബിറ്റ് കോഡാണെങ്കിൽ സ്മോൾ n വിൽ ബി ക്യാപിറ്റൽ N - 1, അതായത് = 2. അത്രയേ ഉള്ളൂ. നമ്മളൊരു എക്സാമ്പിൾസ് കണ്ടായിരുന്നു. പിന്നെ ബൈനറി ടു ഗ്രേ കൺവേർഷൻ ആൻഡ് ഗ്രേ ടു ബൈനറി കൺവേർഷൻ. അതുപോലെ തന്നെ ഏത് ബേസിൽ നിന്നും ഗ്രേയിലോട്ടോ ഗ്രേയിൽ നിന്നും മറ്റുള്ള ബേസിലോട്ടോ കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ചെയ്തിട്ട് ആ ബൈനറി ഫോമിൽ നിന്നും മറ്റുള്ള ബേസസിലോട്ട് നമുക്ക് കൺവേർഷൻ ചെയ്യാൻ പറ്റും. സോ ഗ്രേ കോഡ് കൺവേർഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു.